Hello, welcome to market discussion of the day. Today, October 30th, 2025, Thursday ആണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് ജി ഡി പി അനൗൺസ്മെൻറ്റ് എന്നുള്ള ജി ഡി പി അനൗൺസ്മെൻ്റ് ആണ് എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ നമുക്ക് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് വളരെ വലിയൊരു മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ ഉണ്ടായത്. FOMC മീറ്റിങ്ങിൻ്റെ ആ ഒരു ടൈമിൽ ആക്ച്വലി വലിയൊരു മൂവ്മെൻ്റ് ഉണ്ടാവുകയും ആ മൂവ്മെൻറ്റ് മാർക്കറ്റിനെ ഓൾമോസ്റ്റ് 3915 വരെയൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു മൂവ്മെൻറ്റിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ളൊരു മാർക്കറ്റ് ആയിരുന്നു ആക്ച്വലി FOMC മീറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടിട്ടാണ് മാറി നിൽക്കണം എന്ന് പറഞ്ഞത്. കാരണം നമുക്ക് നമ്മളുടെ ഇമോഷൻസിനെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരിക്കും ഇങ്ങനത്തുള്ള മേജർ ഡേയ്സിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടിട്ടാണ് മാറി നിൽക്കണം എന്ന് എടുത്ത് പറഞ്ഞത്. ഓക്കെ, സോ FOMCയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. FOMC ബേസിക്കലി ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. നമ്മൾ പ്രതീക്ഷിച്ചത് ചേഞ്ചസ് ഒന്നും ഉണ്ടാവത്തില്ലെന്നാണ്. ഓക്കെ, സോ നമ്മൾ ന്യൂസിലോട്ട് വരുമ്പോൾ, നമ്മുടെ എക്കണോമിക് കലണ്ടറിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് 4.25 നിന്ന് 4% ആയിട്ട് കുറച്ചു എന്നുള്ളൊരു കാര്യം കാണാം. അതിനുശേഷമുള്ള FOMC പ്രസ് കോൺഫറൻസിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി ഫെഡ് ചെയർ പവലിൻ്റെ അടുത്ത്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫെഡ് ചെയർ പവൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു ജോബ് മാർക്കറ്റ് ഭയങ്കരമായി ഇടിഞ്ഞിരിക്കുകയാണ്, ഇൻഫ്ലേഷനിലോട്ട് പോവുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനെ എതിർത്തുകൊണ്ടിട്ട് തന്നെ ഫെഡിലുള്ള ആൾക്കാർ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു, പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. സോ ബേസിക്കലി ഭരിക്കുന്ന പാർട്ടി, അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിയിലുള്ള ആൾക്കാർക്ക് തന്നെ ഫെഡിൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്കതിനകത്ത് മനസ്സിലാക്കേണ്ടത്. സോ ഇങ്ങനത്തുള്ള മീറ്റിംഗ്സ് നമുക്ക് കാണാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് യൂട്യൂബിൽ തന്നെ കിട്ടാവുന്നതാണ്. സോ ഈ ഒരു സമയത്ത് രാത്രി 12 മണിക്കാണ് ഇന്ത്യൻ ടൈം കേട്ടോ. ആ ഒരു സമയത്തൊക്കെ ഉണർന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ ബേസിക്കലി അതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ മാർക്കറ്റിൽ ഇന്നലെ തന്നെ ഉണ്ടായി. മാർക്കറ്റ് പിന്നീട് ഇപ്പം മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഗോൾഡിൻ്റെ മാർക്കറ്റ്. ഓക്കെ, സോ എങ്ങോട്ടാണ് പോകുന്നതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടിയും ഇല്ല എന്ന് ആണ് എനിക്ക് ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് പറയാനായിട്ടുള്ളത്. കാരണം ഇന്ന് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആയിരുന്നു. 0.5 ആയിരുന്നു നമുക്ക് കഴിഞ്ഞ 0.5-നെക്കാട്ടിൽ കൂടുതൽ കുറയ്ക്കാൻ പറ്റത്തില്ല ഇൻട്രസ്റ്റ് റേറ്റ്, അല്ലേ? സോ ഏറ്റവും കുറഞ്ഞൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ജപ്പാനിൽ നിന്ന് എപ്പോഴും മിക്കവാറും വരാറുള്ളത്. ഓക്കെ, 0.5 തന്നെയായിരുന്നു. സോ അതുകൊണ്ടിട്ട് തന്നെ അതിനുശേഷം ഇപ്പോൾ ഒരു ബാങ്ക് ഓഫ് ജപ്പാൻ പ്രസ് കോൺഫറൻസ് നടന്നു കഴിഞ്ഞു. അത് സോ ആ ഒരു പ്രസ് കോൺഫറൻസിന് സമയത്ത് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ JPY നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ JPY മുകളിലോട്ട് പോകുന്ന കാഴ്ച നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റും. JPY 152.1 ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് 153.733 എന്ന് പറയുന്ന റേഞ്ചിലോട്ട് മാർക്കറ്റ് എത്തിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ആ ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ്റെ അതിനുശേഷമുള്ള പ്രസ് കോൺഫറൻസും കാരണമാണ് ആക്ച്വലി മുകളിലോട്ട് പോയത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ രാവിലെ GDP അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു ജർമ്മനിയിൽ നിന്ന്. ഓക്കെ, 0% ആയിരുന്നു GDP അനൗൺസ്മെൻറ്റ്. അത് യൂറോനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ്. ഓക്കെ, -0.2% എന്നാണ് 0% ആയത്. അത് നല്ലതാണ്, യൂറോയ്ക്ക് നല്ലതായിട്ടുള്ളൊരു, ഭയങ്കര വലിയ നല്ലതൊന്നുമല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ന്യൂസാണ് യൂറോയ്ക്ക് ഇന്ന് രാവിലെ നമ്മളുടെ യൂറോ സോണിൽ നിന്ന് വന്നിട്ടുള്ള ന്യൂസ്. ഓക്കെ, സോ ഇന്ന് നമുക്ക് ഇനിയുള്ള ന്യൂസ് വന്നിട്ട് കൺസ്യൂമർ പ്രൈസ് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അത് ഉച്ചയ്ക്ക് 10 മണിക്ക് UK ടൈമിംഗ് 10 മണിക്കാണ് ആ ഒരു ന്യൂസ് വരുന്നത്. ഉച്ചയ്ക്ക് 12:30 മണിക്ക് GDP അനൗൺസ്മെൻ്റ് ഉണ്ട്, US എന്നുള്ള GDP അനൗൺസ്മെൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണേണ്ട ഒരു ന്യൂസ് കൂടെയാണ്. കാരണം GDP ഡേ, അതേപോലെ റീറ്റെയിൽ സെയിൽസ്, ഇൻട്രസ്റ്റ് റേറ്റ്, അതേപോലെ അങ്ങനത്തുള്ള ദിവസങ്ങളിൽ മാറി നിൽക്കണം എന്ന് നമ്മൾ നേരത്തെ, നോൺ ഫാം പേറോൾ അങ്ങനത്തുള്ള ദിവസങ്ങളിൽ മാറി നിൽക്കണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലേ. സോ അതുകൊണ്ടിട്ട് തന്നെ GDP അനൗൺസ്മെൻറ്റ് ഇനിയൊരു 4 മണിക്കൂറിനുള്ളിൽ വരാനായിട്ടുള്ള ന്യൂസാണ്. അതുകൊണ്ടിട്ട് ഗോൾഡിൽ നിന്ന് പ്രത്യേകിച്ച് മാറി നിൽക്കാനായിട്ടുള്ള വിവേകം കാണിക്കുക എന്നുള്ള കാര്യമാണ്. നമുക്ക് നാളെയൊക്കെ ടെക്നിക്കൽ ഡേ ആണ്, ടെക്നിക്കൽ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ജസ്റ്റ് ലൈറ്റ് ഒന്ന് പോയിട്ടുണ്ടേ. ഓക്കെ, സോ നമ്മൾ നേരെ അതിനുശേഷം സെയിം ടൈമിങ്ങിൽ 12:30 തന്നെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും വരുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ആ ഒരു ടൈമിങ്ങിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആക്കുന്നു. വലിയൊരു വോളറ്റാലിറ്റി ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്.
1.25 ECBയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. ഓക്കെ, അത് യൂറോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനുശേഷം ECB പ്രസിഡന്റ് ലെഗാർഡിന്റെ സ്പീച്ചും ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇന്ന് രാത്രി 11:50, അതായത് നാളെ വെളുപ്പിനെ ആയിരിക്കും ഇന്ത്യൻ ടൈമിങ് കേട്ടോ, റീറ്റെയിൽ സെയിൽസ്, ജപ്പാനിൽ നിന്നുള്ള റീറ്റെയിൽ സെയിൽസ് വരുന്നുണ്ട്. സോ സംഭവ ബിഹുലമാണ്. അപ്പം എല്ലാത്തിലും ഒന്ന് സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാളെ നമുക്ക് യൂറോ സോണിൽ നിന്ന് CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ നാളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണേണ്ട ന്യൂസ് എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചു പോകണം. ഇതൊക്കെയാണ് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ കേട്ടോ. കലണ്ടർ ബേസ് ചെയ്തിട്ടല്ലാത്ത ഒരുപാട് ന്യൂസുകൾ, പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ വരാനായിട്ട് കിടപ്പുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചൈനയും US തമ്മിലുള്ള ട്രേഡ് ഡീലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. US പ്രസിഡന്റ് ഏഷ്യയിലുണ്ടായിരുന്നു, ചൈനീസ് പ്രസിഡന്റുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൻ്റെ ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ നേരത്തെ, അതായത് വീക്കെൻഡിൽ തന്നെ ഒരു ധാരണ ഉണ്ടായി, ട്രേഡ് ഡീൽ ഉണ്ടാവുന്ന ഒരു ധാരണ ഉണ്ടായി. പക്ഷേ ഒഫീഷ്യലി ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. സോ ഇന്നലത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ടും ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ. സോ അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാത്തത് എന്തുകൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ അവിടെ ഒരു ധാരണ ഉണ്ടായില്ലേ, ഇതൊന്നും നമുക്കറിയില്ല. പല റൂമേഴ്സാണുള്ളത്. അതേപോലെ തന്നെ US പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും മുഖത്തോട് മുഖം നോക്കിയില്ല എന്നുള്ള കാര്യങ്ങളും എന്നുള്ള ന്യൂസുകളും പ്രചരിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ എന്താ പറയുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സോ അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നാളെ ആയിരിക്കും വരുന്നത്. സപ്പോസ് എങ്ങാനും ഒരു ഡീലിലോട്ട് എത്തി എന്നാണ് ന്യൂസ് വരുന്നതെന്നുണ്ടെങ്കിൽ ഗോൾഡൊക്കെ കുത്തനെ വീഴും. അതുകൊണ്ടിട്ട് തന്നെ നാളെയും ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് എടുത്ത് പോകാം എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ഓക്കെ, സോ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കാതെ ഇപ്പോൾ തൽക്കാലം നമുക്ക് കറൻസീസിലൊക്കെ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നമ്മൾ നേരെ നമ്മളുടെ ടെക്നിക്കൽ ചാർട്ടിലോട്ട് വരാം. ടെക്നിക്കൽ ചാർട്ടിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPYയിൽ തന്നെ തുടങ്ങാം. എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ JPYയിൽ നമ്മൾ തുടങ്ങുമ്പോൾ JPY 153.73 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഇനി എങ്ങോട്ട് എന്നുള്ളൊരു കാര്യത്തിനകത്ത് എനിക്കറിയില്ല. കാരണം JPYയിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റും അതേപോലെ തന്നെ നമുക്ക് പ്രസ് കോൺഫറൻസും ഉണ്ടായിരുന്നു. സോ ഈ നാളത്തെ റീറ്റെയിൽ സെയിൽസൂടെ കഴിഞ്ഞിട്ട് JPY നോക്കിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, തൽക്കാലം ഒന്നും ചെയ്യാതിരിക്കുക. സോ നാളെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാം. ബൈ ഓപ്പർച്യൂണിറ്റീസ് 152 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ എടുക്കാം. വേണം എന്നുള്ള ആൾക്കാർക്ക് 152 അവിടെ വീണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ എടുത്ത് മുന്നോട്ട് പോകാം. അങ്ങനെ 152 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 151.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും പാലിച്ചു പോവുകയും ചെയ്യണം. ഓക്കെ, യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ 1.1620 നിൽക്കുന്നു. 1.1600 അവിടെ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇന്നലെയും നമ്മൾ 1.16 അവിടെ ബൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1540 താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അവർക്ക് ആർക്കും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. ആ പ്രോഫിറ്റബിൾ പൊസിഷൻ ആണിപ്പോൾ. അത് അങ്ങനെ തന്നെ പോട്ടെ, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ ഇപ്പോൾ തൽക്കാലം. ഓക്കെ, നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചെയ്തു പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ് യൂറോയുടെ കാര്യത്തിനകത്ത്. ഓക്കെ, സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പം GBP ഇന്നലെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ്റെ സമയത്ത് മാർക്കറ്റ് 1.323 നിൽക്കുകയായിരുന്നു. അവിടുന്ന് ഒറ്റയടിക്ക് താഴോട്ട് വീഴുകയും മാർക്കറ്റ് ഓൾമോസ്റ്റ് 1.3140 അവിടെ വരെ മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ബേസിക്കലി എന്താ പറയുക, നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷേ ഇന്ന് GDP അനൗൺസ്മെന്റ് ഉണ്ടായത് കൊണ്ടിട്ട് തൽക്കാലം ഞാൻ അതിനകത്ത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. വേണം എന്നുള്ള ആൾക്കാർക്ക് ചെറിയ ലോട്ട് 1.3200 ബൈ ചെയ്യാം. ബെറ്റർ ആയിട്ടുള്ള എൻട്രി 1.3100 തന്നെയാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. 1.3100 ബെറ്റർ ആയിട്ടുള്ളൊരു ബൈ എൻട്രി GBPയിൽ ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മളുടെ ഇപ്പോൾ ഈ ഒരു പോയിന്റ് 1.3200, കാരണം ഇന്ന് എല്ലാ മാർക്കറ്റ് ഓപ്പണിങ്സിനും 1.3200 മുകളിലായിരുന്നു മാർക്കറ്റ്. ആ ഒരു കൺസിഡറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 1.3200 അവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് വേണമെങ്കിലും ബൈ ചെയ്യാം. അവിടെ ചെയ്യുന്ന ആൾക്കാർ 1.3140 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ട് പാലിച്ച് പോവുകയും ചെയ്യണം.
ഓക്കെ. നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് 4003 നിൽക്കുന്നു. കഴിഞ്ഞ ഒറ്റ ക്യാൻഡിലാണ് എടുത്ത് മുകളിലോട്ട് പോയത്. ഓൾമോസ്റ്റ് $40 മൂവ്മെൻറ്റോളം ഉണ്ടായിട്ടുണ്ട്. ഓൾമോസ്റ്റ് $30 മൂവ്മെൻറ്റ്, ഒരു ദിവസത്തെ മൂവ്മെൻറ്റ് 1 അവറിൽ നടന്നു എന്നുള്ളതാണ് 9 മണിക്കുള്ള ഈ ഒരു ക്യാൻഡിൽ ഇന്നലെ നടന്നെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക. GDP അനൗൺസ്മെൻറ്റ് വരാനായിട്ട് ഇനി വെറും 3 മണിക്കൂറും കൂടെ ഉള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നീട് അതിനുശേഷം നാളെയോ മറ്റന്നാളോ ആയിട്ടൊക്കെ തീരുമാനം എടുത്ത് പോകുന്നതായിരിക്കും. കാരണം നാളെ നമുക്ക് ഈ പറയുന്ന ട്രേഡ് ഡീലിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു കാര്യം ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്ന ദിവസം കൂടെയാണ്. സോ അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡിൽ നിന്ന് ഇന്നും നാളെയും മാറി നിന്ന് അടുത്ത തിങ്കളാഴ്ച മുതൽ മാർക്കറ്റ് സ്റ്റേബിൾ ആയതിനു ശേഷം ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ. മാർക്കറ്റ് സ്റ്റേബിളായിട്ട് ഇപ്പോൾ നമുക്കൊരു 1000 to 1500 പിപ്സിൻ്റെ മൂവ്മെൻ്റ് ആണ് നടക്കുന്നത് ഒരു ദിവസമൊക്കെ. അത് സ്റ്റേബിളാവും. ഓക്കെ, സ്റ്റേബിളായി പഴയതുപോലെ ഒരു 30 to 50 പിപ്സിലല്ല, ഒരു 50 to 70 പിപ്സിൻ്റെ അകത്തൊക്കെ വന്ന് സ്റ്റേബിൾ ആവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സോ ആ ഒരു സിറ്റുവേഷൻ എത്തുന്നത് വരെ മാർക്കറ്റിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ളതും നല്ലൊരു തീരുമാനമായിരിക്കും എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോകുന്നു. ചിലപ്പം നല്ല പ്രോഫിറ്റൊക്കെ ഉണ്ടാവാം, പക്ഷെ അതൊരു എന്താ പറയുക, അത് അധികം കാലം ഇങ്ങനെ ഇത്രയും വോളറ്റൈലായിട്ടുള്ള ഒരു മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് കാലം സസ്റ്റൈനബിളായിട്ട് പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാനായിട്ട് വരില്ല എന്നുള്ളൊരു കാര്യം കൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് തൽക്കാലം മാറി നിൽക്കാൻ. നമുക്ക് മാർക്കറ്റ് എവിടെയും പോകത്തില്ല. നമുക്ക് മാർക്കറ്റ് എപ്പോഴും നമ്മൾ ജീവിതകാലം മൊത്തം ഈ മാർക്കറ്റ് ഇവിടെ ഉണ്ടാവും. അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുക. കറൻസീസിൽ ഫോക്കസ് ചെയ്യും. JPYയിലൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഓക്കെ, സോ JPYയിൽ 150 ട്രേഡ് എടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ പ്രോഫിറ്റ് ആഘോഷിക്കുകയാണ്. ഓക്കെ, 150 ലോങ് ടേം ബൈ എടുത്തിട്ടുള്ള ആൾക്കാർ. ഓക്കെ, സോ ബേസിക്കലി JPY നോക്ക്, GBP നോക്കാം നമുക്ക്, അതേപോലെ തന്നെ യൂറോ നോക്കാം. അതിലൊക്കെ ഉള്ള പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. തൽക്കാലം നമ്മുടെ ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുക. അതിനകത്ത് ഇപ്പോൾ ഗോൾഡിൽ നിന്ന് 0.1 ലോട്ട് എടുക്കുന്ന ഒരാൾക്ക് പോലും 0.3 ലോട്ടോ 0.5 ലോട്ടോ നമുക്ക് കറൻസീസിൽ എടുത്ത് പോകാനായിട്ട് പറ്റും. കാരണം അത്രയും ചെറുതാണ് കറൻസീസിലെ മൂവ്മെൻറ്റ്. ഓക്കെ, സോ JPY ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു 200 പിപ്പിൻ്റെ മൂവ്മെൻറ്റ്, എന്താ പറയുക, GBPയും യൂറോയും ഒക്കെ മാക്സിമം ഒരു 100 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഉള്ളൂ. സോ നമുക്കത് സേഫായിട്ട് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് കറൻസീസ് തരുന്നത്. സോ അങ്ങനെ ഉള്ള കാര്യങ്ങളുള്ള സമയത്ത് നമ്മൾ വീണ്ടും ഗോൾഡിൽ ട്രേഡ് ചെയ്യണം എന്ന് നമ്മൾ നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? സോ ഗോൾഡിൽ നിന്ന് തൽക്കാലം മാറി നിന്നിട്ട് നമുക്ക് കറൻസീസ് ഫോക്കസ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ കേട്ടോ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് ആവാം, ട്രേഡ് ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. അതേപോലെ തന്നെ ഞാൻ ഇന്ന് പറയാനായിട്ട് വിട്ടുപോയൊരു കാര്യമാണ്, നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് ക്ലാസ് നടക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ ബാച്ചിൽ ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രമാണ്. സോ അങ്ങനെ നോക്കി പോവുക. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ബ്രോക്കർ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞ ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ബ്രോക്കർ ചൂസ് ചെയ്യാൻ നേരത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആ ബ്രോക്കറിൻ്റെ എന്താ പറയുക, അതിൻ്റെ റെഗുലേഷൻ തന്നെയാണ്. സോ റെഗുലേഷൻ എന്നാണ് എല്ലാ ദിവസവും പറയുന്ന കാര്യം തന്നെയാണ്. റെഗുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ UK റെഗുലേഷൻ, UAE റെഗുലേഷൻ, അതേപോലെ തന്നെ ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിലൊക്കെയുള്ള റെഗുലേഷനോട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നോക്കാൻ പറ്റും, ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് $100,000 വരെ ലോയിഡ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്പർ 1 ബാങ്ക്, UKയിലെ നമ്പർ 1 ബാങ്ക് ഇൻഷുർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അഡീഷണൽ ബെനിഫിറ്റാണ്. അതായത് കമ്പനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലും നമുക്ക് ആ ഒരു പൈസ കിട്ടും എന്നുള്ളൊരു കാര്യം ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾ കാണണം. ഓക്കെ, സോ അതിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യു ഡെപ്പോസിറ്റ് ബോണസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവർ. ഡെപ്പോസിറ്റ് ബോണസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ $500 50% ബോണസും ഇന്ത്യൻ കസ്റ്റമേഴ്സിനാണ് കേട്ടോ. ആദ്യത്തെ $500 50% ബോണസും, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്തത് അതിൻ്റെ 20% ബോണസും തരുന്നുണ്ട്. സോ ബോണസ് നമ്മൾ പൈസ ഇട്ടതിന് ശേഷം അത് ക്ലെയിം ചെയ്യണം. പ്രൊമോഷനിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഓപ്റ്റ് ഇൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ബോണസ് കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ കിട്ടില്ല. യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ ഫസ്റ്റ് ഡെപ്പോസിറ്റിൻ്റെ ഫസ്റ്റ് $1,000 100% ബോണസും, ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ 20%, എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അതിൻ്റെയൊക്കെ 20% ബോണസും. അത് ഇന്ത്യൻ ക്ലയൻസിനും എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അതിൻ്റെ 20% ബോണസ് അവർ തന്നു പോകുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ
ബോണസ്, അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളതാണ്. സോ സ്റ്റാർട്ട് റേറ്റിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ സ്റ്റാർട്ട് റേറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ദുബായ് ക്ലയൻസിന് പ്രത്യേക ലിങ്കാണ്, അതും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി രജിസ്റ്റർ ചെയ്താൽ മതിയാവും. എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരികയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.